എല്ലാ ഗുരുവായൂരപ്പ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വരാൻ പോകുന്ന സംഭവങ്ങളിൽ 100% സംഭവിക്കും എന്നുറപ്പുള്ളത് മരണം മാത്രമാണ്. മരണം എന്ന പരമമായ സത്യം എന്ന് സംഭവിക്കുന്നു എന്ന് മാത്രമേ അറിയുവാനുള്ളൂ. സംഭവിക്കും എന്ന് 100% ഉറപ്പുമുള്ള ആ സത്യത്തെയാണ് കൂടുതൽ പേരും ഭയപ്പെടുന്നത്. നാം എല്ലാവരും മരണത്തെ ഭയമില്ല, മരണത്തെ ഏത് സമയവും പുൽകാൻ തയ്യാറാണെന്നൊക്കെ പറയുമെങ്കിലും മരണം നമ്മളെ വന്ന് വരവേൽക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്, ചെറിയൊരു ഭയപ്പാടുണ്ട്, ചെറിയൊരു വിഷമമുണ്ട്. എന്തുകൊണ്ടെന്നാൽ പതിറ്റാണ്ടുകളായി നമ്മൾ ജീവിച്ച ഈ ഭൂമുഖത്ത് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധുജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാഹചര്യങ്ങളും എല്ലാത്തിൽ നിന്നും നമ്മൾ വേർപെട്ടു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മരണത്തെ ഉൾകുവാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മരണത്തെ പണ്ടത്തെ പോലെ ആരും ഭയക്കുന്നില്ല. എന്നാൽ മരണം എത്തി നിൽക്കാൻ പോകുന്ന തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തെയാണ് ഭയപ്പാട്. എന്തുകൊണ്ടെന്നാൽ മുമ്പ് നമ്മുടെ കുടുംബങ്ങളിൽ മരണത്തെ പുൽകുവാൻ തയ്യാറെടുക്കുന്ന വന്ധ്യവയോധികരെ നോക്കുവാനും പരിചരിക്കുവാനും സ്നേഹങ്ങൾ നൽകുവാനും സാന്ത്വനങ്ങൾ നൽകുവാനും ഒരുപാട് ബന്ധുജനങ്ങളുണ്ടായിരുന്നു, ഒരുപാട് മക്കളുണ്ടായിരുന്നു, മരുമക്കളുണ്ടായിരുന്നു, കൊച്ചുമക്കളുണ്ടായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയുടെ നടുവിൽ വന്ധ്യവയോധികരായ ജനങ്ങൾക്ക് ചുറ്റോട് ചുറ്റും എന്തിനും തയ്യാറായി നിൽക്കുന്ന ബന്ധുജനങ്ങളുടെ ഒരു വൃന്ദം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കൂട്ടുകുടുംബ വ്യവസ്ഥിതി പാടെ നിലച്ചിരിക്കുന്നു. 1-2 മക്കളുള്ള മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ ആ മക്കളെ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളെ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് കാണുവാനുള്ള ആഗ്രഹം പേർ നിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ, മാനസികവും ശാരീരികവുമായി തളർച്ച അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, മരണം പടിവാതിക്കൽ എത്തി എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ശാരീരികവും മാനസികവുമായി തളർന്നു പോകുന്നു. പിന്നെ ആശങ്കയാണ്, വരാനിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ അനാഥത്വം, നമ്മുടെ പരിചരണം, അല്ലെങ്കിൽ നമ്മുടെ സ്വാന്തനം, അല്ലെങ്കിൽ മരണത്തെ പുൽകാൻ പോകുന്ന ആ സമയം എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ആശങ്ക. ഇത് പണ്ഡിതനോ പാമരനോ എന്നോ ധനികനോ ദരിദ്രനോ എന്നോ വ്യത്യാസമില്ല. ഈ ഒരവസ്ഥാവിശേഷം ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും നേരിടുന്ന, അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിഷയമായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള, ആരുമില്ലാത്ത അനാഥരെ സംരക്ഷിക്കുന്നതിനുള്ള വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും നിരവധിയുണ്ട്. ഒരുപാട് ചാരിറ്റി സംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന, മതസംഘടനകൾ നേതൃത്വം കൊടുക്കുന്ന, ഗവൺമെൻറ് തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് അനാഥാലയങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം പാർപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെയെല്ലാം ജീവിതം അവസാനം കൊണ്ട് എത്തിക്കുന്നവരെല്ലാവരും സന്തോഷത്തോടു കൂടിയല്ല അവിടെ ജീവിക്കുന്നത്. അവരെ ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അധികൃതർ അല്ലെങ്കിൽ അധികാരികൾ ഏതോ ഒരു ബാധ്യത ഏറ്റെടുക്കുന്ന ഒരു മനോഭാവമാണ്. കിടക്കാനൊരിടവും കഴിക്കുവാൻ ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ തങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന അധികാരികളാണ് കൂടുതൽ പേരും. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, അതേ കഴിയൂ. പക്ഷെ അവിടെ ശരിക്ക് ഭക്ഷണത്തിനേക്കാളും പാർപ്പിടത്തിനേക്കാളും ഉപരിയായിട്ട് മരണത്തെ പുൽകാൻ പോകുന്ന അനാഥർക്ക് വേണ്ടത് സ്നേഹസാമീപ്യമാണ്, അവർക്ക് സ്വാന്തനമാണ്,
അവരെ പരിചരിക്കുവാനായിട്ടുള്ള ബന്ധുജനങ്ങളുടെ സാമീപ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. കൂടുതൽ അനാഥാലയങ്ങളിലെ ജീവിതങ്ങൾ കാരാഗൃഹത്തിന് തുല്യമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്നേഹപരിചരണങ്ങളുടെ നടുവിൽ അവർ ജീവിച്ചിരുന്ന സ്നേഹ സന്തോഷങ്ങൾ പൂർണ്ണമായും കിട്ടുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് അതുപോലത്തുള്ള സ്നേഹ സാമീപ്യത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ സമന്വയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള പരിചരണം. ഇവിടെയാണ് ഹിന്ദു വിശ്വാസികളുടെ കൂട്ടായ്മയായ അഖില ഭാരത നാരായണീയ പ്രചാര സഭ എന്ന ആത്മീയ കൂട്ടായ്മ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭൂമിയിൽ, ശ്രീ മമ്മിയൂരപ്പൻ്റെ ഭൂമിയിൽ ശ്രീ ഗുരുവായൂരപ്പ ശരണാലയം എന്ന ഒരു ധർമ്മസ്ഥാപനം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ആ ഒരു വൃദ്ധസദനത്തിൻ്റെയോ അനാഥാലയത്തിൻ്റെയോ ആ സങ്കല്പത്തിൽ നിന്നും മാറി പൂർണ്ണമായിട്ടും ഒരു ഗൃഹാന്തരീക്ഷത്തിൽ സ്നേഹവാത്സല്യങ്ങളുടെ നടുവിൽ അവരുടെ ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ജീവിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം. ഈ പ്രസ്ഥാനത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ ഇതേപോലുള്ള അനാഥത്വം സംഭവിച്ചു പോയിട്ടുള്ളവർക്ക് ധൈര്യമായിട്ട് കയറി വരാനായിട്ടൊരിടം, അവരെ സ്നേഹവാത്സല്യത്തോടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ പരിചരിക്കുന്നതിനുള്ള ഒരിടം. ഈ സങ്കല്പത്തിൽ അവർ ജീവിതത്തിൻ്റെ അവസാന സമയം വരെ സ്നേഹവാത്സല്യത്തോടുകൂടി പരിചരിച്ച് ഭഗവത് വിലയം പ്രാപിക്കുന്ന സമയം സ്നേഹ സന്തോഷ വാത്സല്യങ്ങളോടുകൂടി യാത്രയാക്കുന്ന ആ ഒരു സങ്കല്പത്തിലും ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലും ആണ് ശ്രീ ഗുരുവായൂരപ്പ ശരണാലയം പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. അവിടെ അനാഥരല്ല, അനാഥരായി വരുന്നവരെ സനാഥരാക്കുന്ന പ്രക്രിയ, അവരെ സ്നേഹം കൊണ്ടും സ്നേഹവാത്സല്യം കൊണ്ടും ഭക്തി ബന്ധുക്കളുടെ നടുവിൽ അവരുടെ ജീവിത സായാഹ്നങ്ങൾ സന്തോഷത്തോടുകൂടി വിരാജിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം. അതാണ് ശ്രീ ഗുരുവായൂരപ്പ ശരണാലയം. വരുന്ന സെപ്റ്റംബർ മാസത്തിൽ, അതായത് ചിങ്ങമാസത്തിൽ, ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ അഖില ഭാരത നാരായണീയ പ്രചാര സഭ എന്ന കേരളത്തിലെ നാരായണീയ ഭാഗവത ഉപാസകരുടെ കൂട്ടായ്മയായ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പടുത്തുയർത്തുന്നു. ഇതൊരു കച്ചവട സ്ഥാപനമല്ല, തികച്ചും ആതുര ശുശ്രൂഷയും അതേപോലെ തന്നെ സ്നേഹവാത്സല്യത്തോടുകൂടി ആരുമില്ലാത്ത ഈ കുടുംബാംഗങ്ങളെ പരിചരിക്കുവാൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്ന ദൗത്യം അല്ലെങ്കിൽ നിയോഗം അല്ലെങ്കിൽ നിശ്ചയം സഹർഷം ഏറ്റെടുക്കുന്നു. ഏവരെയും ഈ മഹൽ പ്രസ്ഥാനത്തിലേക്കും ഈ മഹൽ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിലേക്കും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രസ്ഥാനം പടുത്തുയർത്തിയ മാതൃസംഘടനയായ അഖില ഭാരത നാരായണീയ പ്രചാര സഭ എന്ന ആത്മീയ കുടുംബത്തിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.